ഓം നമ ശിവായ. മൈ ആസ്ട്രോവിനിന്റെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഹിന്ദു കലണ്ടർ പ്രകാരം ഉണ്ടല്ലോ, ഓരോ വർഷവും ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കപ്പെടുന്നത്. ശിവഭക്തർക്കായിട്ട് ഈ ദിവസം അത്യന്തം പവിത്രവും ആത്മീയ പ്രാധാന്യമുള്ളതുമാണ്. ശിവപുരാണത്തിലെ വിവരണങ്ങൾ അനുസരിച്ചിട്ടുണ്ടല്ലോ, ഈ ദിനത്തിലാണ് ഭഗവാൻ ശിവൻ തൻ്റെ അത്യന്തമായ ലിംഗസ്വരൂപം ആദ്യമായിട്ട് പ്രകടിപ്പിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മഹാശിവരാത്രിക്ക് പ്രത്യേകമായ മതപരമായ മഹത്വവും ഒളിച്ചിരിപ്പുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തരുണ്ടല്ലോ, ഈ ദിവസം കഠിനമായ ഉപവാസം അനുഷ്ഠിച്ചിട്ട് ശിവലിംഗത്തിൽ വെള്ളം, പാല് തുടങ്ങിയവയെ കൊണ്ട് അഭിഷേകം നടത്തുകയും അതുപോലെ തന്നെ കൂവള ഇലകൾ അർപ്പിച്ചിട്ട് ആരാധന നടത്തുകയും ചെയ്യുന്നുണ്ട്. മഹാശിവരാത്രി ദിനത്തിലുണ്ടല്ലോ, ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നവർക്ക് ശിവൻ പ്രത്യേക അനുഗ്രഹം നൽകി അവരുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നു എന്നാണ് വിശ്വാസം. ഇത് വളരെയധികം ശക്തമായ ഒരു വിശ്വാസം തന്നെയാണ്. അങ്ങനെ ഈ വർഷം മഹാശിവരാത്രി ഫെബ്രുവരി 15-ാം തീയതിയാണ് ആചരിക്കപ്പെടുന്നത്. മതവിശ്വാസങ്ങളും ജ്യോതിഷവും അനുസരിച്ചിട്ട് മഹാശിവരാത്രിക്ക് മുമ്പ് അല്ലെങ്കിൽ മഹാശിവരാത്രി ദിനത്തിൽ സ്വപ്നത്തിലെ ശിവനെയോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളെയോ കാണുന്നത് വളരെ ശുഭകരമായ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത്തരം സ്വപ്നങ്ങൾ വരും കാലങ്ങളിൽ നല്ല മാറ്റങ്ങളെ നിങ്ങൾക്ക് സൂചിപ്പിച്ചു തരുന്നു. സ്വപ്നശാസ്ത്ര പ്രകാരം സ്വപ്നത്തിൽ ശിവലിംഗാഭിഷേകം കാണുന്നത് അത്യന്തം ശുഭസൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾ ശിവലിംഗത്തിന് വെള്ളമോ പാലോ സമർപ്പിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അത് ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ സ്വപ്നം ജീവിതത്തിലെ പ്രശ്നങ്ങൾ ക്രമേണ ശമിപ്പിക്കുകയും നല്ല നല്ല മാറ്റങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്യും. സ്വപ്നത്തിൽ നന്ദി മഹാരാജനെ കാണുന്നത് അത്യന്തം ശുഭകരമായ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശിവന്റെ വാഹനം കൂടിയായ പരമഭക്തനുമായ നന്ദി മഹാരാജാവ് ആരാധിക്കപ്പെടുന്നുവെങ്കിൽ സ്വപ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഗ്രഹത്തിൻ്റെയും ആത്മീയ പുരോഗതിയുടെയും സൂചനയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഭക്തരുടെ പ്രാർത്ഥനകൾ ശിവനിലേക്ക് എത്തിക്കുന്ന ദേവദൂതനായിട്ടാണ് നന്ദിയെ വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ നന്ദിയെ സ്വപ്നത്തിൽ കാണുന്നതുണ്ടല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ശിവകൃപയാലെ ഫലപ്രദമാകാൻ പോകുന്നതിൻ്റെ അടയാളമായിട്ട് കാണാം. സ്വപ്നത്തിൽ ശിവലിംഗം ദർശിക്കുന്നത് അത്യന്തം ശുഭസൂചനയായിട്ടാണ് കരുതപ്പെടുന്നത്. ശിവലിംഗത്തിൻ്റെ സാന്നിധ്യം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭാഗ്യവിപുലീകരണത്തിൻ്റെയും അനുകൂലമായ മാറ്റങ്ങളുടെയും സൂചനയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇത്തരം സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പുരോഗതികൾ ഉണ്ടാക്കാൻ ഇടയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. നീണ്ടു നിന്ന് അല്ലെങ്കിൽ മുടങ്ങിയിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതായത് ദീർഘകാലമായിട്ട് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ കൂവളാണ് കാണുന്നതെങ്കിൽ ശിവന് വളരെ പ്രിയപ്പെട്ടതാണ് കൂവളം. മഹാശിവരാത്രിയോ അല്ലെ മറ്റേതെങ്കിലും സമയത്തോ സ്വപ്നത്തിൽ കൂവളം കാണുന്നത് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അടയാളമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. ഇതിനർത്ഥം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും നിങ്ങളുടെ വീട്ടിൽ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ്.